എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കാര്യം കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടി പറയുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടോ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം സർജനെ കണ്ടപ്പോഴത്തേക്കും ഒരു ക്യാപ്സൂൾ വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ബ്രസ്റ്റിലെ മുഴ അത് അലിയിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ക്യാപ്സൂൾ തന്നേച്ചത്. ഞാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം മെഡിക്കൽ കോളേജിൽ പോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. മെഡിക്കൽ കോളേജിൽ പോയി ചെന്നപ്പോഴത്തേക്കും അവിടെ എനിക്ക് ഈ എന്താണ് കീമോ ചെയ്യാൻ വേണ്ടി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തത്. പിന്നെ അത് അന്ന് ഉത്രാടത്തിൻ്റെ അന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ബയോപ്സി ചെയ്തത്. അന്ന് ബയോപ്സി ചെയ്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ ഉത്രാടത്തിൻ്റെ അന്നായതുകൊണ്ട് ഈ ബയോപ്സി ചെയ്തിട്ട് ചെറിയൊരു വേദനയും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബാൻഡേഡ് പോലെ കെട്ടി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബയോപ്സി ചെയ്ത അന്ന് തന്നെ ഞങ്ങൾ, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട് കൂത്താട്ടോളത്താണ്. അപ്പോൾ കൂത്താട്ടോളത്തേക്ക് ഞങ്ങളന്ന് പോയി. അപ്പോൾ അവിടെ അളിയനും ചേച്ചിയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ഈ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഈ എന്താണ് ബയോപ്സി ചെയ്ത കാര്യമോ ഈ അസുഖത്തിൻ്റെ കാര്യമേ പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അളിയനും ചേച്ചിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അളിയൻ പറഞ്ഞ് അളിയൻ്റെ കൂടെ ജോലി ചെയ്ത ചേച്ചിക്ക് ഇങ്ങനെ അസുഖമൊക്കെ വന്നതാണ്, ഇപ്പോൾ അവർ റിക്കവറി ആയി എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ ഞങ്ങൾ വീട്ടിൽ വന്ന്, അതായത് ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ വന്ന്. അപ്പം അന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഓണത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് മൂന്നാം ഓണത്തിൻ്റെ അന്നായപ്പോഴത്തേക്കാണ് കസിൻസിനോടൊക്കെ പറഞ്ഞത്. അമ്മച്ചിയുടെ റിലേറ്റീവ്സിനോടും അച്ഛൻ്റെ റിലേറ്റീവ്സിനോടും ഒക്കെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അതിന് മുമ്പൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോപ്പിൽ പ്രൊവിഷൻ സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ആൻറ്റി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കട തുറന്നിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ ആൻറ്റി വന്ന് എന്താ കട തുറക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ആൻറ്റിക്ക് ഈ അസുഖം വന്നേച്ചതായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അയ്യോ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ പനി വന്ന പോലെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് അതോർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ആൻറ്റി നല്ല ധൈര്യം, നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി തന്നു. അത്ര ദിവസം ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ റേച്ചേട്ടനാണ് ഞാൻ പറഞ്ഞില്ലേ, പല കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോഴും കരച്ചിലും ഇതൊക്കെയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആൻറ്റി പറഞ്ഞ്, ആ ആൻറ്റി പറഞ്ഞപ്പോൾ നമുക്കൊരു എന്താ പറയുക, പിന്നെ കരച്ചിൽ പിന്നെ വന്നിട്ടേ ഇല്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് നല്ലൊരു ബോൾഡായിട്ടാണ് ആൻറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അതേ സമയത്ത് ആൻറ്റി ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ദൈവം പറഞ്ഞ രീതിയിലൊരു തോന്നൽ പോലും തോന്നിച്ചു. കാരണം അതേപോലെ രീതിയിലായിരുന്നു ആൻറ്റി പറഞ്ഞു വെച്ചത്. പേടിക്കാനൊന്നുമില്ല, അപ്പോൾ നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു രോഗി വന്ന് നമ്മളോട് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് വേറെ വ്യക്തി അന്യ ആൾക്കാരാന്നൊക്കെ പറയണ പോലെ അല്ലല്ലോ. ആ രോഗി തന്നെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു ആശ്വാസം കിട്ടണമെന്നാണല്ലോ. അങ്ങനെ ഒരു പ്രത്യേക താങ്ക്സ് ആൻറ്റിക്ക് ഞാനിപ്പോൾ കൊടുക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് റിലേറ്റീവ്സൊക്കെ വന്ന് അവർക്ക് വളരെ വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും പേര് പ്രത്യേകിച്ചായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഒരാളുടെ പേര് പറഞ്ഞു ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക, നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ റിലേറ്റീവ്സൊക്കെ കേൾക്കുകയാണെങ്കിൽ എന്താ എൻ്റെ പേര് പറയാണ്ട്, ഞാൻ ഈ കാര്യം ഞാനും വന്നതാണല്ലോ, പിന്നെ എന്താ പറയാണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും, ഒരാളെന്നല്ല, എല്ലാ റിലേറ്റീവ്സ്, അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഹസ്ബൻഡിൻ്റെ ആയാലും പിന്നെ എൻ്റെ മറ്റടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക, ഇതറിഞ്ഞപ്പോഴത്തേക്കും വളരെ വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ചേർത്ത് പിടിച്ച് നിന്ന് അസുഖത്തിൻ്റെ ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല, എല്ലാം ഇപ്പം നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നമുക്ക് നല്ലൊരു ഒരു ഇതായിട്ട് തന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തേക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, പ്രൈവറ്റിൽ പോകണോ ഗവൺമെൻറ്റിൽ പോകണോ ഒരു കൺഫ്യൂഷനായി. അപ്പോൾ റിലേറ്റീവ്സും ചോദിച്ചു, ഇവിടെയാണ് പ്രൈവറ്റിലാണോ പോണത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഹസ്ബൻഡും കൂടി അടുത്തുള്ളതെന്നല്ല, കുറച്ച് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഒന്ന് അന്വേഷിക്കാനൊക്കെ ആയിട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ മെഡിസിപ്പ് കിട്ടുമോ, എങ്ങനെയാണ് അതിൻ്റെ ഇതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാത്തിനായിട്ടൊന്നും മെഡിസിപ്പൊന്നും ഇല്ല. ഇപ്പോൾ ഈ കീമോയ്ക്കൊന്നും മെഡിസിപ്പ് ഉണ്ടായില്ല. ഞങ്ങൾ ചെന്ന സ്ഥലത്തൊന്നും കീമോയ്ക്ക് മെഡിസിപ്പ് ഇല്ല എന്നാണ് കേട്ടത്.
പിന്നെ ഞങ്ങളിവിടെ പോന്നു. ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ ഫോണിലേക്കൊരു വീഡിയോ വന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ സെൻ്ററിനെ പറ്റിയൊരു വീഡിയോ വന്നത്. ശരിക്കും നമുക്കത് ഒരു നിമിത്തമെന്ന് വേണമെങ്കിൽ പറയാം ആ വീഡിയോ കണ്ടത്. കാരണം അത്രയ്ക്ക് നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റാണ് അവിടെ കിട്ടുന്നതെന്നൊക്കെ ആ വീഡിയോയിലൂടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഞങ്ങളൊന്നും ആലോചിച്ചില്ല, നമുക്കന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്തൊക്കെയായാലും ഹോസ്പിറ്റലിൽ ബയോപ്സി കിട്ടിയാലാണ് അതിൻ്റെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ, ഒ പി പോയി ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബയോപ്സി 3-ാം തീയതി, അതായത് ഒക്ടോബർ 3-ന് ബയോപ്സി കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്നാൽ ഒരു പണി ചെയ്യാം, ബുക്ക് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോളാണ് ഈ ആശാ വർക്കറാണ്. അപ്പോൾ ചേച്ചിയുടെ പേർക്ക് ബുക്ക് ചെയ്തിട്ടു. അപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ഡോക്ടർക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ 4-ാം തീയതിയിലേക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി 4-ാം, അപ്പോൾ 3-ാം തീയതി പോയിട്ട് ബയോപ്സി റിസൾട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ബയോപ്സി റിസൾട്ട് വന്നിട്ടില്ല എന്നു. ഇവർ ഒരു ഇതായിപ്പോയി, എന്ത് ചെയ്യും, 4-ാം തീയതി ആണെങ്കിൽ ബുക്ക് ചെയ്തിട്ടേക്കുകയും ചെയ്യുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നിട്ട് പണി 4-ാം തീയതി ഞാനും ഹസ്ബൻഡും അപ്പോൾ അമ്മച്ചിയുടെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു, വലിയമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക്, അതായത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അമ്മച്ചിയുടെ പേർക്ക് മെഡിക്കൽ കോളേജിലേക്കും പോയി. അവിടെ ചെന്ന് അപ്പോൾ 4-ാം തീയതി ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ അമ്മച്ചിയുടെ പേർക്ക് കളമശ്ശേരി പോയി ബയോപ്സി റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക്, അതായത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോഴും ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല, കാരണം ഞങ്ങൾക്ക് നമ്പർ കിട്ടിയത്, അതായത് ഞങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് നമ്പർ കിട്ടിയേക്കുന്നത് കുറച്ച് വൈകിയാണ്. 85-ാമത്തെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഒരു ഉച്ചയാകാറായി ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും. ഡോക്ടറെ ബയോപ്സിയുടെ റിസൾട്ടൊക്കെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ നമുക്ക് കീമോയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യം 8 കീമോയാണ് ചെയ്യണത് ആഴ്ചയിൽ, അതായത് മാസത്തിൽ 2, അതായത് 14 ദിവസം കൂടുമ്പോഴാണ് കീമോ ചെയ്യണത്. ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞ് കുറച്ച് നമ്മൾ അതായത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറച്ച് നോക്കാനുണ്ട്. അപ്പോൾ അതിന് ഈ കാർഡിയോളജിസ്റ്റിന് പോയിട്ട് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ അത് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് ആദ്യം കീമോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ അതുകൂടാണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള ഇതൊക്കെ ഡോക്ടർ എഴുതി തന്ന്. അപ്പോൾ ഞങ്ങൾ അത് മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തത്. കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടി റെഫർ ചെയ്ത് വെച്ചത് മെഡിക്കൽ കോളേജിലേക്കാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു ബുക്ക് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞാണ് ഡോക്ടർ പറഞ്ഞു. ബുക്കിലാണ് പിന്നെ നമ്മുടെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോണത്. കാരണം ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്താണ് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഞങ്ങൾ വാങ്ങിച്ചു. കൂടാതെ അപ്പോൾ ഡോക്ടറെ കണ്ടേക്കുന്നത് ദിലീപ് ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടറെ കൂടാണ്ട് നമ്മൾ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ഡോക്ടറെ കാണുമായിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ, ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇതേപോലെ ഈ ചിരി എപ്പോഴും ഉണ്ടായിരിക്കണം, കാരണം കരച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ദൈവം നല്ല കാര്യങ്ങൾ, ഇപ്പോൾ അസുഖം വന്നെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടാവും, അത് ഓർത്ത് ചിന്തിക്കുക. അല്ലാണ്ട് എപ്പോഴും അസുഖം വന്നു എന്തിനാ ദൈവത്തിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ അസുഖം തന്നു എന്നും പറഞ്ഞ് എപ്പോഴും ദൈവത്തിനെ വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യരുത്. ഞാൻ മെഡിക്കൽ കോളേജിലാണ് കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കാർഡിയോളജിസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ 100 ടോക്കൺ, ഒരു ദിവസം 100 ടോക്കൺ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഡോക്ടർ ഉള്ളൂ. അപ്പോൾ പിന്നെ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് റേച്ചയുടെ അമ്മച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി. അന്ന് 8 മണി ആയപ്പോഴാണ്, അത്ര നേരം നമ്മളവിടെ ക്യൂ നിൽക്കണം. 8 മണിക്കാണ് ടോക്കൺ കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതിന് ശേഷമാണ് 8 മണിക്ക് ശേഷമാണ് ചേട്ടനെ അവിടെ കൊണ്ടാക്കിയത്, ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. അങ്ങനെ ഡോക്ടറെ കണ്ടു, ഞാനും അമ്മച്ചിയും കൂടി പോയിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടു, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് എൻ്റെ മുടി വെട്ടാൻ വേണ്ടി പഴനിയിൽ കൊണ്ടുപോയി നേർച്ച ഉണ്ടായിരുന്നു. പഴനി പോയി വെട്ടാനൊക്കെ പറഞ്ഞ് നേർച്ച അറിഞ്ഞിരിക്കുകയായിരുന്നു. എന്തൊക്കെയായാലും കീമോ ചെയ്യുമ്പോഴത്തേക്കും മുടിയൊക്കെ പോകുമല്ലോ. പിന്നെ എന്തെങ്കിലും മുടി വെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പഴനിക്ക് നേർച്ചയൊക്കെ നേർന്ന് വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ലോങ് ട്രിപ്പൊന്നും പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ വെട്ടാനുള്ള തീരുമാനമായി. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.